ഇന്ന് നമുക്ക് വളരെ മനോഹരമായ ഒരു കഥ വായിക്കാം. ദ ഹണി മാംഗോ ട്രീ. തേന്മാവ്. You know, this tree has a special place in my heart. Rashid, my neighbor, said to me as we stood under the mango tree. You know, നിനക്കറിയാമോ? This tree has a special place in my heart. Has ഉണ്ട്, tree മരം, special place പ്രത്യേക സ്ഥാനം, heart ഹൃദയം. അപ്പോൾ this tree has a ഈ മരത്തിന് special place ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. എവിടെ? in my heart എൻ്റെ ഹൃദയത്തിൽ. This tree has a special place in my heart. ഈ മരത്തിന് എൻ്റെ ഹൃദയത്തിൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. റഷീദ്, my neighbor, said to me as we stood under the mango tree. റഷീദ്, my neighbor, അയൽവാസിയുടെ പേരാണ് റഷീദ്. said to me, എന്നോട് പറഞ്ഞു. as എപ്പോൾ പറഞ്ഞു? as we stood. സ്റ്റാൻഡ് നിൽക്കുക, stood നിന്നു. എവിടെ നിന്നപ്പോൾ? അണ്ടർ ദ മാംഗോ ട്രീ മാവിൻ ചുവട്ടിൽ നിൽക്കുമ്പോൾ. റഷീദ്, my neighbor, said to me as we stood under the mango tree. ഞങ്ങൾ മാവിൻ ചുവട്ടിൽ നിൽക്കുമ്പോൾ എൻ്റെ അയൽവാസിയായ റഷീദ് എന്നോട് പറഞ്ഞു. റഷീദ് paused as his son, a young boy of 16, walked up with a plate of ripe mango slices. റഷീദ് paused. റഷീദ് ഒന്ന് നിശബ്ദമായി, അല്ലെങ്കിൽ സംസാരിക്കുന്നതിനിടയിൽ ഒരു നിമിഷം നിർത്തി. as his son, his അവൻ്റെ, son മകൻ, അവൻ്റെ മകൻ, a young boy of 16 16 വയസ്സുകാരൻ, walked up meaning നടന്ന് അടുത്തേക്ക് വന്നു. എന്തുമായി വന്നു? with a plate of ripe mango slices പഴുത്ത മാമ്പഴ കഷ്ണങ്ങളുള്ള ഒരു പ്ലേറ്റുമായി. ഒന്നുകൂടി വായിക്കാം. റഷീദ് paused as his son, a young boy of 16, walked up with a plate of ripe mango slices. റഷീദിൻ്റെ 16 വയസ്സുള്ള മകൻ ഒരു പ്ലേറ്റ് പഴുത്ത മാമ്പഴ കഷ്ണങ്ങളുമായി വന്നപ്പോൾ റഷീദ് ഒന്നു നിർത്തി. Did you like the mango? Rashid enquired after I had made a quick feast of it. Did you like the mango? എന്ന് പറഞ്ഞാൽ നിനക്ക് മാമ്പഴം ഇഷ്ടമായോ? ആര് ചോദിച്ചു? റഷീദ് enquired. റഷീദ് ചോദിച്ചു, അല്ലെങ്കിൽ റഷീദ് അന്വേഷിച്ചു. After I had made a quick feast of it. ഞാനത് വേഗത്തിൽ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം. Did you like the mango? Rashid enquired after I had made a quick feast of it. ഞാനത് വേഗത്തിൽ കഴിച്ചു കഴിഞ്ഞപ്പോൾ നിനക്ക് മാമ്പഴം ഇഷ്ടമായോ എന്ന് റഷീദ് ചോദിച്ചു. Like it. It tastes like honey. Did you plant this tree? Like it എന്ന് പറഞ്ഞാൽ ഇഷ്ടമായി. It tastes like honey. honey തേൻ. ഇതിന് തേനിൻ്റെ രുചിയാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ രുചി തേൻ പോലെയാണ്. Did you plant this tree? ഈ മരം നിങ്ങൾ നട്ടതാണോ? Like it. It tastes like honey. Did you plant this tree? ഇഷ്ടമായി, ഇതിന് തേനിൻ്റെ രുചിയാണ്, നീയാണോ ഈ മരം നട്ടത്? Not exactly. This mango tree has an interesting story. That is why I said it has a special place in my heart. Not exactly, കൃത്യമായി അല്ല.
ദിസ് മാംഗോ ട്രീ ഹാസ് ആൻ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി. ഈ മാവിന് ഹാസ് ഉണ്ട്, എന്തുണ്ട്? ആൻ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി, രസകരമായ ഒരു കഥയുണ്ട്. ദാറ്റ് ഈസ് വൈ ഐ സെഡ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇറ്റ് ഹാസ് എ സ്പെഷ്യൽ പ്ലേസ് ഇൻ മൈ ഹാർട്ട്. റഷീദ് സ്റ്റാർട്ടഡ് ടെല്ലിംഗ് ദ സ്റ്റോറി. റഷീദ് സ്റ്റാർട്ടഡ്, സ്റ്റാർട്ട് തുടങ്ങുക, സ്റ്റാർട്ടഡ് തുടങ്ങി. ടെല്ലിംഗ് ദ സ്റ്റോറി കഥ പറയാൻ. റഷീദ് സ്റ്റാർട്ടഡ്, റഷീദ് ആരംഭിച്ചു. ടെല്ലിംഗ് ദ സ്റ്റോറി കഥ പറയാൻ. റഷീദ് സ്റ്റാർട്ടഡ് ടെല്ലിംഗ് ദ സ്റ്റോറി, റഷീദ് ആ കഥ പറയാൻ തുടങ്ങി. ഇറ്റ് ഹാപ്പൻഡ് ലോങ് എഗോ. ഐ വാസ് എ യങ് ബാച്ചലർ. ഇറ്റ് ഇത്, ഹാപ്പൻഡ് സംഭവിച്ചു, ലോങ് എഗോ വളരെ മുൻപ്. ഐ ഞാൻ, വാസ് ആയിരുന്നു, എ ഒരു, യങ് ബാച്ചലർ യുവ അവിവാഹിതൻ. ഇറ്റ് ഹാപ്പൻഡ് ലോങ് എഗോ ഐ വാസ് എ യങ് ബാച്ചലർ. ഇത് വളരെ കാലം മുമ്പ് നടന്നതാണ്. അന്ന് ഞാൻ ഒരു യുവ അവിവാഹിതനായിരുന്നു. I had gone to visit my young brother who was a police inspector. He worked in a small town about 75 miles away from here. I had gone, I എന്ന് പറഞ്ഞാൽ ഞാൻ, had gone പോയിരുന്നു. എന്തിനു പോയിരുന്നു? To visit സന്ദർശിക്കാൻ അല്ലെങ്കിൽ കാണാൻ. യങ് ബ്രദർ ആരെ കാണാൻ? എൻ്റെ ഇളയ സഹോദരനെ കാണാൻ. ഹു വാസ് എ പോലീസ് ഇൻസ്പെക്ടർ, അദ്ദേഹം ആരായിരുന്നു? ഒരു പോലീസ് ഇൻസ്പെക്ടർ ആയിരുന്നു. ഹി വർക്ക്ഡ് ഇൻ എ, വർക്ക്ഡ് ജോലി ചെയ്തു. എവിടെ ജോലി ചെയ്തു? ഇൻ എ സ്മോൾ ടൗൺ, ഒരു ചെറിയ ടൗണിൽ. എബൌട്ട് 75 മൈൽസ് എവേ ഫ്രം ഹിയർ, ഇവിടെ നിന്ന് ഏകദേശം 75 മൈൽ അകലത്തിൽ. I had gone to visit my young brother who was a police inspector. He worked in a small town about 75 miles away from here. പോലീസ് ഇൻസ്പെക്ടറായ എൻ്റെ അനിയനെ കാണാൻ പോയതായിരുന്നു ഞാൻ. ഇവിടുന്ന് 75 മൈൽ അകലെയുള്ള ഒരു ചെറിയ ടൗണിലായിരുന്നു അവൻ ജോലി ചെയ്തിരുന്നത്. ഇറ്റ് വാസ് എ ഹോട്ട് ഡേ. I set out on a stroll in the evening. It was a hot day. അതൊരു ചൂടുള്ള ദിവസമായിരുന്നു. I set out on a stroll. ഞാൻ നടക്കാൻ പുറപ്പെട്ടു. എപ്പോൾ? in the evening, വൈകുന്നേരത്ത്. set out എന്നാൽ ആരംഭിച്ചു, പുറപ്പെട്ടു. stroll എന്നതിൻ്റെ മലയാള അർത്ഥം സാവകാശമുള്ള നടത്തം. It was a hot day. I set out on a stroll in the evening. അതൊരു ചൂടുള്ള ദിവസമായിരുന്നു. വൈകുന്നേരം ഞാനൊന്ന് നടക്കാനിറങ്ങി. I had not gone far when I saw an old man laying under a tree. His beard was long and his hair overgrown. He looked about 80. I had not gone far. ഞാൻ അധിക ദൂരം പോയിരുന്നില്ല. When I saw കണ്ടു. ആരെ കണ്ടു? An old man. അപ്പോൾ ഞാനൊരു വൃദ്ധനെ കണ്ടു. Lying under a tree, ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കിടക്കുന്ന. His beard was long. അദ്ദേഹത്തിൻ്റെ താടി നീളമുള്ളതായിരുന്നു. And his hair overgrown. മുടി വളരെയധികം വളർന്നിരുന്നു. I had not gone far when I saw an old man laying under a tree. His beard was long and his hair overgrown. He looked about 80. അധികം ദൂരം പോകുന്നതിനു മുമ്പ് ഒരു മരച്ചുവട്ടിൽ ഒരു വൃദ്ധൻ കിടക്കുന്നത് ഞാൻ കണ്ടു. അദ്ദേഹത്തിന്
നീണ്ട താടിയും വളർന്നു നിന്ന മുടിയുമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഏകദേശം 80 വയസ്സ് തോന്നിച്ചിരുന്നു. ഹി ലുക്ക്ഡ് അബൌട്ട് 80. അദ്ദേഹത്തിന് ഏകദേശം 80 വയസ്സ് തോന്നിച്ചു. ആസ് ഐ അപ്രോച്ച്ഡ് ഐ ഹിയർഡ് ഹിം ഗ്രോണിങ് ഇൻ പെയിൻ. ഹി ലുക്ക്ഡ് ബാഡ്ലി ഇൽ. ആസ് ഐ അപ്രോച്ച്ഡ് ഞാൻ അടുത്തേക്കെത്തിയപ്പോൾ ഐ ഹിയർഡ് ഹിം ഗ്രോണിങ് ഇൻ പെയിൻ. അദ്ദേഹം വേദന കൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ കേട്ടു. ഹി ലുക്ക്ഡ് ബാഡ്ലി ഇൽ. അദ്ദേഹം വളരെ രോഗബാധിതനായി തോന്നിച്ചു. ഗ്രോണിങ് എന്നാൽ വേദന കൊണ്ട് കരയുക, ഞരങ്ങുക അല്ലെങ്കിൽ മുറുമുറുക്കുക. ഗീവ് മീ സം വാട്ടർ സൺ, he said in a hoarse whisper as he saw me. Give me some water, son. മകനെ, എനിക്ക് കുറച്ച് വെള്ളം തരൂ. He said, അദ്ദേഹം പറഞ്ഞു. In a hoarse whisper. Hoarse whisper എന്നാൽ ശബ്ദം ശരിയായി വരാതെ മന്ദമായി അല്ലെങ്കിൽ പതിയെ സംസാരിക്കുന്നത്. As he saw me, എന്നെ കണ്ടപ്പോൾ. Give me some water, son, he said in a hoarse whisper as he saw me. എന്നെ കണ്ടപ്പോൾ, മോനെ, എനിക്ക് കുറച്ച് വെള്ളം തരുമോ എന്ന് അദ്ദേഹം തളർന്ന സ്വരത്തിൽ ചോദിച്ചു. I saw a pretty young woman sitting at the sit-out of a house across the road, reading a paper. I saw a pretty young woman. ഞാൻ കണ്ടു. ഞാൻ സുന്ദരിയായ ഒരു യുവതിയെ കണ്ടു. സിറ്റിംഗ് അറ്റ് ദ സിറ്റ് ഔട്ട് ഓഫ് എ ഹൗസ്. ഒരു വീടിൻ്റെ സിറ്റ് ഔട്ടിലിരിക്കുന്ന. എക്രോസ് ദ റോഡ്. റോഡിന് മറുവശത്ത്. റീഡിംഗ് എ പേപ്പർ. ഒരു പത്രം വായിച്ചു കൊണ്ടിരിക്കുന്ന. I saw a pretty young woman sitting at the sit-out of a house across the road reading a paper. റോഡിനപ്പുറത്തുള്ള ഒരു വീടിൻ്റെ ഉമ്മറത്ത് ഒരു സുന്ദരിയായ യുവതി പത്രം വായിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടു. I asked her for some water. She was puzzled as I started walking away with the pitcher of water. I told her about the old man. She got up and came with me. I asked her for some water. Ask ചോദിച്ചു. Her അവളോട്. ഞാൻ അവളോട് കുറച്ച് വെള്ളം ചോദിച്ചു. She was puzzled. അവൾ ആശയക്കുഴപ്പത്തിലായി. As I started walking away with the pitcher of water. ഞാൻ വെള്ളം നിറച്ച പാത്രമെടുത്ത് നടക്കാൻ തുടങ്ങുമ്പോൾ. A pitcher of water means വെള്ളം നിറച്ച ജഗ് അല്ലെങ്കിൽ വെള്ളക്കുടം. I told her about the old man. Told പറഞ്ഞു. About കുറിച്ച്. ആരെക്കുറിച്ച്? ഓൾഡ് മാൻ, വൃദ്ധനെക്കുറിച്ച്. I told her about the old man. ഞാൻ അവളോട് ആ വൃദ്ധനെക്കുറിച്ച് പറഞ്ഞു. She got up and came with me. അവൾ get up എഴുന്നേൽക്കുക, got up എഴുന്നേറ്റ്, came with me എന്നോടൊപ്പം വന്നു. When I gave the pitcher of water to the old man, he did something amazing. When I gave the pitcher of water to the old man, ഞാൻ വെള്ളക്കുടം ആ വൃദ്ധന് കൊടുത്തപ്പോൾ, he did something amazing. അദ്ദേഹം അതിശയകരമായ ഒരു കാര്യം ചെയ്തു. He got up with great difficulty. Instead of drinking the water, he walked up to a withered sapling of a mango tree. He got up with great difficulty.
അദ്ദേഹം വളരെ ബുദ്ധിമുട്ടോടെ എഴുന്നേറ്റു. ഇൻസ്റ്റെഡ് ഓഫ് ഡ്രിങ്കിങ് ദ വാട്ടർ, വെള്ളം കുടിക്കുന്നതിന് പകരം, ഹി വോക്ഡ് അപ്പ്, അദ്ദേഹം അടുത്തേക്ക് നടന്നുപോയി. എന്തിൻ്റെ അടുത്തേക്ക്? ടു എ വിതേർഡ് സാപ്ലിംഗ് ഓഫ് എ മാംഗോ ട്രീ, വാടിപ്പോയ ഒരു മാവിൻ തൈയുടെ അടുത്തേക്ക്. He got up with great difficulty. Instead of drinking the water, he walked up to a withered sapling of a mango tree. വളരെ കഷ്ടപ്പെട്ട് അദ്ദേഹം എഴുന്നേറ്റു. വെള്ളം കുടിക്കുന്നതിന് പകരം അദ്ദേഹം വാടിക്കരിഞ്ഞ ഒരു മാവിൻ തൈയുടെ അടുത്തേക്ക് നടന്നു. It had sprouted from the seed which had been thrown away by a wayfarer. It had sprouted from the seed. അത് ഒരു വിത്തിൽ നിന്ന് മുളച്ചതായിരുന്നു. Which had been thrown away, ഉപേക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ എറിഞ്ഞുകളഞ്ഞ. By a wayfarer, ഒരു വഴിപോക്കനാൽ. By a wayfarer, ഒരു വഴിപോക്കനാൽ. It had sprouted from the seed which had been thrown away by a wayfarer. ഏതോ വഴിപോക്കനാൽ വലിച്ചെറിഞ്ഞ വിത്തിൽ നിന്ന് മുളച്ചതായിരുന്നു അത്. The old man poured half the water on it. He went back to the tree under which he had been resting. He sat down, drank the water, and prayed silently. The old man poured half the water on it. വൃദ്ധൻ അതിൻ്റെ മുകളിൽ പകുതി വെള്ളമൊഴിച്ചു. He went back to the tree under which he had been resting. താൻ വിശ്രമിച്ചു കൊണ്ടിരുന്ന ആ മരത്തിൻ്റെ ചുവട്ടിലേക്ക് അദ്ദേഹം തിരിച്ചുപോയി. He sat down, drank the water, and prayed silently. അദ്ദേഹം അവിടെ ഇരുന്നു, വെള്ളം കുടിച്ചു, എന്നിട്ട് നിശബ്ദമായി പ്രാർത്ഥിച്ചു. The old man poured half the water on it. He went back to the tree under which he had been resting. He sat down, drank the water, and prayed silently. വൃദ്ധൻ ആ വെള്ളത്തിൻ്റെ പകുതി ആ ചെടിക്കൊഴിച്ചു. എന്നിട്ട് വിശ്രമിച്ചിരുന്ന മരച്ചുവട്ടിലേക്ക് തന്നെ തിരിച്ചുപോയി. അവിടെയിരുന്ന് ബാക്കി വെള്ളം കുടിക്കുകയും നിശബ്ദമായി പ്രാർത്ഥിക്കുകയും ചെയ്തു. I am Yusuf Siddiq, a fakir. The old man started to speak. ഞാൻ യൂസഫ് സിദ്ദീഖ്, ഒരു ഫക്കീറാണ്. The old man started to speak. വൃദ്ധൻ സംസാരിക്കാൻ തുടങ്ങി. I have no kith or kin. I have spent most of my time traveling from place to place. I have no kith or kin. എനിക്ക് ബന്ധുക്കളില്ല. കിത്ത് ആൻഡ് കിൻ എന്ന് പറഞ്ഞാൽ ഒരാളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ചേർന്നുള്ള സമൂഹം. കിത്ത് ഓർ കിൻ ബന്ധുക്കൾ. സ്പെൻഡ് ചിലവഴിച്ചു. മോസ്റ്റ് ഓഫ് മൈ ടൈം എൻ്റെ സമയത്തിൻ്റെ ഭൂരിഭാഗം. ട്രാവലിംഗ് ഫ്രം പ്ലേസ് ടു പ്ലേസ് സ്ഥലങ്ങളിൽ നിന്ന് സ്ഥലങ്ങളിലേക്ക് സഞ്ചരിക്കുക. ഐ ഹാവ് നോ കിത്ത് ഓർ കിൻ. ഐ ഹാവ് സ്പെൻഡ് മോസ്റ്റ് ഓഫ് മൈ ടൈം ട്രാവലിംഗ് ഫ്രം പ്ലേസ് ടു പ്ലേസ്. എനിക്ക് ബന്ധുക്കളോ കൂട്ടുകാരോ ആരുമില്ല. എൻ്റെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും ഞാൻ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് മറ്റൊരിടത്തേക്ക് യാത്ര ചെയ്യാനാണ് ചെലവഴിച്ചത്. ഐ ആം റഷീദ്. ഐ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. ഐ ആം എ സ്കൂൾ ടീച്ചർ. ഐ ആം റഷീദ്, ഞാൻ റഷീദാണ്. ഐ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്, ഞാൻ സ്വയം പരിചയപ്പെടുത്തി. ഐ ആം എ സ്കൂൾ ടീച്ചർ, ഞാനൊരു സ്കൂൾ അധ്യാപകനാണ്. ഐ ആം റഷീദ്. ഐ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. ഐ ആം എ സ്കൂൾ ടീച്ചർ. ഞാൻ റഷീദ്,
ഞാൻ എന്നെ പരിചയപ്പെടുത്തി. ഞാനൊരു സ്കൂൾ അധ്യാപകനാണ്. I am Asma, the young woman said. I am a school teacher too. I am Asma. ഞാൻ അസ്മയാണ്. The young woman said. യുവതി പറഞ്ഞു. I am a school teacher too. ഞാനും ഒരു സ്കൂൾ അധ്യാപികയാണ്. I am Asma. The young woman said. I am a school teacher too. ഞാൻ അസ്മ. ആ യുവതി പറഞ്ഞു. ഞാനും ഒരു സ്കൂൾ അധ്യാപികയാണ്. God bless you. The old man lay down again. He was dying. God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. The old man lay down again. വൃദ്ധൻ വീണ്ടും കിടന്നു. He was dying. അദ്ദേഹം മരണപ്പെടുകയായിരുന്നു. He breathed his last as we watched. I went home to get my brother. We buried him in the local graveyard. He, അദ്ദേഹം, breathed his last, അവസാന ശ്വാസമെടുത്തു അല്ലെങ്കിൽ മരണപ്പെട്ടു. As we watched, ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ. I went home, ഞാൻ വീട്ടിലേക്ക് പോയി. To get my brother, എൻ്റെ സഹോദരനെ കൊണ്ടുവരാൻ. We buried him, ഞങ്ങൾ അദ്ദേഹത്തെ അടക്കം ചെയ്തു. In the local graveyard, പ്രാദേശിക ശ്മശാനത്തിൽ. He breathed his last as we watched. I went home to get my brother. We buried him in the local graveyard. ഞങ്ങൾ നോക്കി നിൽക്കെ അദ്ദേഹം അവസാന ശ്വാസം വലിച്ചു. ഞാൻ അനിയനെ വിളിക്കാൻ വീട്ടിലേക്ക് പോയി. ഞങ്ങൾ അദ്ദേഹത്തെ അവിടുത്തെ ഖബർസ്ഥാനിൽ അടക്കം ചെയ്തു. I had found a sum of 6 rupees in his pocket. Asma and I put in 5 rupees each. I had found a sum of 6 rupees in his pocket. അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് എനിക്ക് 6 രൂപ കിട്ടി. അസ്മ ആൻഡ് ഐ പുട്ട് ഇൻ 5 rupees each. അസ്മ ആൻഡ് ഐ, അസ്മയും ഞാനും, പുട്ട് ഇൻ 5 rupees each, ഓരോരുത്തരും 5 രൂപ വീതം നൽകി. അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് എനിക്ക് 6 രൂപ കിട്ടി. അസ്മയും ഞാനും 5 രൂപ വീതം അതിനോടൊപ്പം ചേർത്തു. I bought sweets for the amount and Asma distributed them to the children at her school. I bought sweets, ഞാൻ മിഠായി വാങ്ങി. For the amount, ആ തുകയ്ക്ക്. അസ്മ distributed them, അസ്മ അവ വിതരണം ചെയ്തു. To the children at her school, അവളുടെ സ്കൂളിലെ കുട്ടികൾക്ക്. I bought sweets for the amount and Asma distributed them to the children at her school. ആ തുകയ്ക്ക് ഞാൻ മിഠായികൾ വാങ്ങി. അസ്മ അത് അവളുടെ സ്കൂളിലെ കുട്ടികൾക്ക് വിതരണം ചെയ്തു. അസ്മ watered the sapling every day. It soon sprouted fresh leaves. അസ്മ വാട്ടേഡ് ദ സാപ്ലിംഗ്. അസ്മ ചെറുതൈക്ക് വെള്ളമൊഴിച്ചു. എവ്രി ഡേ, എല്ലാ ദിവസവും. ഇറ്റ് സൂൺ സ്പ്രൗട്ടഡ് ഫ്രഷ് ലീവ്സ്, അതിൽ നിന്ന് പുതിയ ഇലകൾ മുളച്ചു. സൂൺ, പെട്ടെന്ന്, സ്പ്രൗട്ടഡ്, മുളച്ചു, ഫ്രഷ് ലീവ്സ്, പുതിയ ഇലകൾ. അസ്മ വാട്ടേഡ് ദ സാപ്ലിംഗ് എവരി ഡേ. ഇറ്റ് സൂൺ സ്പ്രൗട്ടഡ് ഫ്രഷ് ലീവ്സ്. അസ്മ എല്ലാ ദിവസവും ആ മാവിൻ തൈ നനച്ചു. താമസിയാതെ അതിൽ പുതിയ ഇലകൾ വന്നു. എ ലിറ്റിൽ ലേറ്റർ അസ്മ ആൻഡ് ഐ were married. എ ലിറ്റിൽ ലേറ്റർ, കുറച്ചു കഴിഞ്ഞ്. were married, വിവാഹിതരായി. എ ലിറ്റിൽ ലേറ്റർ അസ്മ ആൻഡ് ഐ were married. കുറച്ചു കഴിഞ്ഞപ്പോൾ അസ്മയും ഞാനും വിവാഹിതരായി. When I built this house, I carefully uprooted the sapling and brought it home. Asma and I planted it here. Built this house, ഈ വീട് പണിതു.
കെയർഫുള്ളി അപ്റൂട്ടഡ്, ശ്രദ്ധാപൂർവം പിഴുതെടുത്തു. സാപ്ലിംഗ്, ചെറുമരത്തൈ. ബ്രോട്ട് ഇറ്റ് ഹോം, വീട്ടിലേക്ക് കൊണ്ടുവന്നു. പ്ലാന്റഡ് ഇറ്റ്, അത് നട്ടു. വെൻ ഐ ബിൽഡ് ദിസ് ഹൗസ്, ഐ കെയർഫുള്ളി അപ്റൂട്ടഡ് ദ സാപ്ലിംഗ് ആൻഡ് ബ്രോട്ട് ഇറ്റ് ഹോം. അസ്മ ആൻഡ് ഐ പ്ലാന്റഡ് ഇറ്റ് ഹിയർ. ഞാൻ ഈ വീട് പണിതപ്പോൾ ആ തൈ വളരെ ശ്രദ്ധയോടെ പിഴുതെടുത്ത് ഇവിടെ കൊണ്ടുവന്നു. അസ്മയും ഞാനും ചേർന്ന് അത് ഇവിടെ നട്ടു. വി വാട്ടേഡ് ഇറ്റ് റെഗുലർലി ആൻഡ് മാനുവേർഡ് ഇറ്റ് വിത്ത് ആഷ് ആൻഡ് ഡങ്. വാട്ടേഡ് ഇറ്റ് റെഗുലർലി, പതിവായി വെള്ളം നൽകി. മാനുവേർഡ് ഇറ്റ്, വളമിട്ടു. ആഷ്, ചാരം. ഡങ്, ചാണകം. വി വാട്ടേഡ് ഇറ്റ് റെഗുലർലി ആൻഡ് മാനുവേർഡ് ഇറ്റ് വിത്ത് ആഷ് ആൻഡ് ഡങ്. ഞങ്ങളത് സ്ഥിരമായി നനയ്ക്കുകയും ചാരവും ചാണകവും വളമായി നൽകുകയും ചെയ്തു. വി ആഡഡ് സം ഹ്യൂമസ് ആൻഡ് ബോൺ മീൽ ലേറ്റർ. ഇൻ നോ ടൈം ഇറ്റ് റോസ് ടു ദ സ്കൈ ആൻഡ് സ്പ്രെഡ് ഇറ്റ്സ് കാനപ്പി ആൻഡ് ഹിയർ യു ആർ. ഹ്യൂമസ്, ജൈവവളം. ബോൺ മീൽ, എല്ലുപൊടി. ഇൻ നോ ടൈം, പെട്ടെന്ന് തന്നെ. റോസ് ടു ദ സ്കൈ, ആകാശത്തേക്കുയർന്നു. കാനപ്പി ഓഫ് എ ട്രീ ഈസ് ദ അപ്പർ പാർട്ട് ഓഫ് എ ട്രീ മെയ്ഡ് അപ്പ് ഓഫ് ഇറ്റ്സ് ബ്രാഞ്ചസ് ആൻഡ് ലീവ്സ്. മരത്തിൻ്റെ മുകളിലുള്ള ഇലകളും കൊമ്പുകളും ചേർന്ന ഭാഗം. വി ആഡഡ് സം ഹ്യൂമസ് ആൻഡ് ബോൺ മീൽ ലേറ്റർ. ഇൻ നോ ടൈം ഇറ്റ് റോസ് ടു ദ സ്കൈ ആൻഡ് സ്പ്രെഡ് ഇറ്റ്സ് കാനപ്പി ആൻഡ് ഹിയർ യു ആർ. പിന്നീട് ഞങ്ങൾ എല്ലുപൊടിയും മറ്റും ഇട്ടുകൊടുത്തു. പെട്ടെന്ന് തന്നെ അത് ആകാശത്തേക്ക് വളർന്നു പന്തലിച്ചു നിൽക്കുന്ന ഒരു മരമായി മാറി. ഇപ്പോൾ നീ ഇത് കാണുന്നു. റഷീദ് സ്മൈൽഡ് പ്ലസന്റ്ലി ആൻഡ് പുട്ട് ഹിസ് ആംസ് അറൗണ്ട് ദ ട്രീ. സ്മൈൽഡ് പ്ലസന്റ്ലി, മനോഹരമായി പുഞ്ചിരിച്ചു. പുട്ട് ഹിസ് ആം അറൗണ്ട് ദ ട്രീ, മരത്തെ ചേർത്തു പിടിച്ചു. റഷീദ് സ്മൈൽഡ് പ്ലസന്റ്ലി ആൻഡ് പുട്ട് ഹിസ് ആം അറൗണ്ട് ദ ട്രീ. റഷീദ് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് ആ മരത്തെ കെട്ടിപ്പിടിച്ചു. ആസ് ഐ ടേൺ ടു ഗോ ഹോം, റഷീദ്'s son called me from behind. He held in his hand some mangoes wrapped in a newspaper. ടേൺ ടു ഗോ ഹോം, വീട്ടിലേക്ക് പോകാൻ തിരിഞ്ഞപ്പോൾ. കോൾ മീ ഫ്രം ബിഹൈൻഡ്, പിന്നിൽ നിന്ന് എന്നെ വിളിച്ചു. ഹെൽഡ് ഇൻ ഹിസ് ഹാൻഡ്, അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. റാപ്ഡ് ഇൻ എ ന്യൂസ് പേപ്പർ, പത്രത്തിൽ പൊതിഞ്ഞ. ആസ് ഐ ടേൺ ടു ഗോ ഹോം, റഷീദ്'s son called me from behind. He held in his hand some mangoes wrapped in a newspaper. ഞാൻ വീട്ടിലേക്ക് പോകാൻ തിരിഞ്ഞപ്പോൾ റഷീദിൻ്റെ മകൻ പിന്നിൽ നിന്ന് വിളിച്ചു. അവൻ്റെ കയ്യിൽ പത്രക്കടലാസിൽ പൊതിഞ്ഞ കുറച്ച് മാമ്പഴങ്ങൾ ഉണ്ടായിരുന്നു. മദർ ആസ്ക്ഡ് മീ ടു ഗീവ് യു ദീസ്. മദർ, അമ്മ. ആസ്ക്ഡ് മീ, എന്നോട് പറഞ്ഞു. ടു ഗീവ് യു ദീസ്, ഇവ നിങ്ങൾക്ക് തരാൻ. മദർ ആസ്ക്ഡ് മീ ടു ഗീവ് യു ദീസ്, അമ്മ ഇത് നിങ്ങൾക്ക് തരാൻ പറഞ്ഞു. ഐ സ്മൈൽഡ്. താങ്ക് യു സൺ, വി ലീവ് നെക്സ്റ്റ് ഡോർ ടു ഈച്ച് അതർ, ബട്ട് ഐ സ്റ്റിൽ ഡോണ്ട് നോ യുവർ നെയിം. സ്മൈൽഡ്, പുഞ്ചിരിച്ചു. നെക്സ്റ്റ് ഡോർ, പക്കത്തു വീട്. ഈച്ച് അതർ, തമ്മിൽ. സ്റ്റിൽ ഡോണ്ട് നോ, ഇപ്പോഴും അറിയില്ല. ഐ സ്മൈൽഡ്. താങ്ക് യു സൺ, വി ലീവ് നെക്സ്റ്റ് ഡോർ ടു ഈച്ച് അതർ, ബട്ട് ഐ സ്റ്റിൽ ഡോണ്ട് നോ യുവർ നെയിം. ഞാൻ ചിരിച്ചു. നന്ദി മോനെ, നമ്മൾ അയൽവാസികളാണെങ്കിലും എനിക്ക് നിൻ്റെ പേരറിയില്ല. യൂസഫ് സിദ്ദീഖ്. യൂസഫ് സിദ്ദീഖ്? യെസ് അങ്കിൾ, യൂസഫ് സിദ്ദീഖ്. അതെ അങ്കിൾ, യൂസഫ് സിദ്ദീഖ്.